നമുക്ക് ഈ ഇവിടെ എക്സ്ട്രാ പീസ് വെച്ചിട്ടല്ലേ നമ്മൾ മടക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മടക്കിയെടുക്കാതെ നമുക്ക് എക്സ്ട്രാ പീസ് വയ്ക്കാതെ ഇത് വെച്ച് കഴിഞ്ഞാൽ മടക്കിയെടുക്കുന്നത് ഇത് നോക്കിയാലോ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു അളവിൽ മീൻസ് ഒരു 1/4 ഇഞ്ച് ഒരു 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 പോയിൻറ്റും കൂടെ ചിലപ്പോൾ കാണും, അത്രയേ ഉള്ളൂ. തീരെ വീതി കൂട്ടരുത്, വീതി കൂട്ടാതെ നമുക്ക് ഇങ്ങനെ വയ്ക്കാം. അത് നമ്മൾ ഈ തയ്ക്കുന്നതിനുണ്ട് ഓവർലോക്ക് കൂടെ ചെയ്താൽ കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റായിട്ടിരിക്കും. ഇത് പെർഫെക്റ്റായിട്ടിരിക്കും, നമുക്ക് എക്സ്ട്രാ പീസ് വയ്ക്കാതെ തയ്ക്കുന്നതാണ്. അത്രയേ ഉള്ളൂ. പെർഫെക്ഷൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മളൊരടി അടിച്ചപ്പോഴത്തേക്കും കണ്ടോ തുണികൾ ഇങ്ങനെ പൊങ്ങി വരുന്നതുണ്ട്. അപ്പം ആദ്യം ഈ സൈഡ് ഇട്ടിട്ട് പിന്നെ ചേർത്തിടും. നമ്മൾ ഈ തുണി വെച്ച് നമ്മൾ എക്സ്ട്രാ തിരിച്ചടിക്കും പോലെ തന്നെയാണ്, ഒരു കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ കണ്ടോ നമ്മളിത് ചെയ്തിട്ടില്ല, എക്സ്ട്രാ പീസ് വെച്ച് അടിച്ചപ്പോൾ നമ്മളിത് മടക്കി അടിച്ചേക്കുന്നതാണ്. ചില തുണികൾ വരും അതിൽ ഇതാകും, ചില തുണികൾ പുറത്ത് പോകും. പക്ഷേ നമ്മൾ ഈ രണ്ടാമത്തെ അടിയുണ്ടല്ലോ ഇവിടെ ആണ് ആദ്യം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അത് കഴുകിയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഇങ്ങനെ വെച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെയാണ് ഞാൻ ഈ കൈയും ചെയ്തിരിക്കുന്നത് കേട്ടോ. നമുക്കെങ്കിൽ ഇതുപോലെ തന്നെ ഈ നെക്ക് കൂടെ ഒന്ന് തയ്ച്ച് നോക്കാം. ഓക്കെ, ഞാനിത് ജസ്റ്റ് നമ്മുടെ കഴുത്തും ഈ ലൈനിങ്ങുമായിട്ട് ഞാൻ ചേർത്ത് അടിച്ചിട്ടുണ്ട്. അപ്പം ഇത് നോക്കാം, നമുക്കത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കാം. ഇത് ഇങ്ങനത്തെ ഒരു മോഡലാണ്, റൗണ്ട് സ്ക്വയർ റൗണ്ടാണത്. ഓക്കെ, നമുക്ക് വരുമെന്ന് നോക്കാം. അപ്പോൾ ഞാനതുപോലെ ഇപ്പുറത്തെ സൈഡൊന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തയ്ക്കാം. ഇത് വേറെ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ തന്നെ തയ്ക്കുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മടക്കിയാണ് വയ്ക്കുന്നത്. ഇനി ചിലവർക്ക് ഫസ്റ്റ് തുടക്കക്കാർക്കും നമുക്ക് ഈ ഒരു കർവിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ശരിയാകണമെന്നില്ല. അപ്പം ചെറിയൊരു കട്ടി എന്ന് വെച്ചാൽ അങ്ങനെ പോകാനല്ല, ഇത്രത്തോളം ഒരു കട്ടിങ് കൊടുക്കും. നമ്മളിത് ചിലത് ഉള്ളിലോട്ട് പോകും, ചിലതിങ്ങനെ പുറത്ത് വന്ന് ബൾജായിട്ടിരിക്കും. പക്ഷേ അത് മൈൻഡ് ചെയ്യണ്ട. നമ്മുടെ ഈ രണ്ടാമത്തെ ഒരു ഇതിനോട് ചേർത്തൊരു സ്റ്റിച്ചിങ് ഉണ്ട്, അതിൽ കറക്റ്റ് പെർഫെക്റ്റായിട്ട് ഞാൻ ഈ സൈഡ് കട്ട് ചെയ്യുന്നില്ല. എനിക്ക് കട്ട് ചെയ്യണമെന്ന് തോന്നുന്നില്ല, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നോക്കാം. അതുപോലെ ഇതിങ്ങനെ വന്ന് തച്ച് തീർന്നു. ഓക്കെ, ചെറിയ ഒരു ഇതൊക്കെ ഉണ്ട്. വേണ്ട, ഇവിടെ വന്ന് തുണി പുറത്തിരിപ്പുണ്ട്. നമ്മൾ ചേർത്തെടുക്കാം, രണ്ടാമത്തെ ഒരു സ്റ്റിച്ച് ചേർത്തെടുക്കാം. ഇത് കണ്ടോ, നമ്മൾ എക്സ്ട്രാ പീസ് വെക്കാതെയാണ് നമുക്ക് ഈ നെക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ, അല്ല കേട്ടോ.
അപ്പോൾ സ്റ്റിച്ചൊക്കെ നോക്കൂ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ഞാനൊരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഈ സൈഡ് ഞാൻ കൊടുത്തിട്ടില്ല. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു കട്ടിങ് എനിക്ക് തോന്നുന്നു ഇവിടെ കൊടുത്തത് ഒരു ചെറിയൊരു കട്ടിങ് എനിക്കിവിടെ അതൊരു ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കട്ടിങ് കൊടുക്കണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ എനിക്ക് കറക്റ്റായിട്ട് ഞാൻ ആ കട്ടിങ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പുറത്ത് തയ്ച്ച് കൊടുക്കേണ്ടതാണെങ്കിൽ ഞാൻ അതിനോട്ട് ഇത് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ ഇതെന്തെങ്കിലും സാധനം നമുക്ക് കുറച്ച് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാനായിട്ട് നമ്മുടെ ഒരു എളുപ്പപ്പണിക്ക് നമുക്കിത് വേണമെങ്കിൽ ചെയ്യാം. എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് നമുക്കൊരു എളുപ്പപ്പണിക്ക് വേണ്ടി ഇത് ചെയ്യാം. ഓക്കെ, താങ്ക് യു.